യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, when we say that we have been redeemed by the blood of Christ Jesus, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പാരമ്പര്യമായി എന്തെങ്കിലുമൊക്കെ പിൻപറ്റുന്നുണ്ട് എങ്കിൽ, we are still being in that traditions that we had followed in the past, നിങ്ങൾ ഒരിക്കലൂടി ആ ക്രൂശിലേക്ക് താഴ്ത്തി സമർപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. amen. This is the time for you to be surrendering yourself unto that cross. കാരണം ഇവിടെ വചനം പറയുന്നത് ഹല്ലേലൂയ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന്. So we just read it that, but with the precious blood as of a lamb without spot of Christ Jesus. ചിലർ പറയും ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ നന്നായി എന്ന്. Some people say that after the marriage I got better. ചിലർ പറയും ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഇന്ന ജോലിയിൽ കയറിയതിന് ശേഷം എനിക്ക് വ്യത്യാസം വന്നു എന്ന്. Some says that I've changed myself after starting a new job. ഞാൻ ഒരിക്കലൂടി പറയട്ടെ ഹല്ലേലൂയ ഇതെല്ലാം ഈ ലോകത്തു നിന്ന് ലഭിച്ചപ്പോൾ ഹല്ലേലൂയ നിങ്ങൾ മറക്കരുത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ രക്തത്താൽ അത്രേ. Whatever you receive from this world, never forget that your redemption has happened from the blood of Christ Jesus. ഇവിടെ അതിന്റെ ആദ്യമേ നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്, വ്യാർത്ഥവും ഹല്ലേലൂയ വൃത്തി പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് എന്ന്. We read it just now that hallelujah, from your vain manner of life, from handed down from your fathers. ഹല്ലേലൂയ. ഒരിക്കൽ പുറത്തെടുത്തതിനെ വീണ്ടും അകത്ത് കയറ്റാൻ പറ്റുമോ? If once something has been taken out from something, are you able to put it back into that same place?